2017 ഫെബ്രുവരി 17 തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് സിനിമാ ഡബ്ബിങ്ങിനെത്തിയ യുവനടിയെ കൊട്ടേഷൻ സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച ദിവസം അതിജീവിതയുടെ കൃത്യമായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൾസർ സുനി അടക്കമുള്ള പ്രതികളെക്കുറിച്ചുള്ള വിവരം പോലീസിന് പെട്ടെന്ന് തന്നെ ലഭിച്ചു. യുവനടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ വാർത്ത പുറത്തുവന്നത് തൊട്ടടുത്ത ദിവസമായ ഫെബ്രുവരി 18. ഒരാഴ്ചയോളം പോലീസിനെ മുൾമുനയിൽ നിർത്തിയ പൾസർ സുനി ഒടുവിൽ കീഴടങ്ങാനെത്തിയത് എറണാകുളം കോടതി കോംപ്ലക്സിൽ. കോടതി മുറിയിൽ നിന്നുള്ള പൾസർ സുനിയുടെ നാടകീയ അറസ്റ്റ് കേരളം കണ്ടത് മാതൃഭൂമി ന്യൂസിലൂടെ. സിനിമാ മേഖലയിൽ പലരുടെയും ഡ്രൈവറും കേസുകളിൽ പ്രതിയുമായിരുന്നു സുനിൽകുമാർ എന്ന പൾസർ സുനി. 2 മാസത്തിനു ശേഷം പോലീസ് കുറ്റപത്രം നൽകി. പൾസർ സുനി എന്ന ക്രിമിനൽ നടപ്പാക്കിയ കൊട്ടേഷൻ ബ്ലാക്ക്മെയിൽ കേസായിരുന്നു വന്നത്. 2 മാസത്തിനിപ്പുറം 2017 ജൂലൈ 10 ആലുവ പോലീസ് ക്ലബിലേക്ക് ദിലീപിനെ വിളിപ്പിക്കുന്നു. ഞാൻ കൊടുത്ത പരാതിക്ക് അനുസരിച്ചുള്ള മൊഴി കൊടുക്കാനാണ് ഞാനിപ്പോൾ പോകുന്നത്. ദയവേത് വളച്ചൊടിച്ചൊന്നും പറയരുത്. മൊഴിയിലെ വൈരുദ്ധ്യവും ദിലീപ് പൾസർ സുനിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പോലീസിന് ലഭിച്ച വിവരങ്ങളും കേസിനെ മാറ്റിമറിച്ചു. കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ ദിലീപ് റിമാൻഡിലേക്ക്. പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിന് കൊടുത്തയച്ച കത്തും ഇതിനിടെ പുറത്തുവന്നു. പൾസർ സുനി അടക്കമുള്ള പ്രതികളെക്കുറിച്ച് അതിജീവിത പോലീസിന് നൽകിയ കൃത്യമായ വിവരങ്ങളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യം ആരോപിച്ചത് നടി മഞ്ജു വാര്യർ. പി.ടി. തോമസ് MLA ഇടപെടലും കേസിന്റെ ആദ്യഘട്ടത്തിൽ നിർണായക വഴിത്തിരിവായി. 85 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് ദിലീപിന് അന്ന് കേസിൽ ജാമ്യം ലഭിച്ചത്. കേസിലെ 1-ാം പ്രതി പൾസർ സുനിക്കെതിരെ IPC 376 പുറമെ തട്ടിക്കൊണ്ടുപോകലടക്കം 9 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. തുടർച്ചയായി ജാമ്യ ഹർജി ഫയൽ ചെയ്തതിന് ഹൈക്കോടതി 25,000 രൂപ പിഴ ചുമത്തിയിരുന്നു പൾസർ സുനിക്കെതിരെ. വിവിധ അഭിഭാഷകർ വഴി ഹൈക്കോടതിയിൽ മാത്രം ഫയൽ ചെയ്തത് 10 ജാമ്യ ഹർജി. ഒടുവിൽ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കേസിലെ 1-ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.